നമ്മൾ വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. സാർ, ഓരോ പ്രദേശത്ത് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഡെവലപ്മെന്റ് വിക്ടിംസ് എന്ന് പറയുന്ന വികസനത്തിന്റെ ഇരകൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ വികസന പാക്കേജിനോടൊപ്പം ആ വികസനത്തിന്റെ ഇരകളെ ഡെവലപ്മെന്റ് വിക്ടിംസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാകണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ പ്രത്യേകമായി 475 കോടി രൂപയുടെ ഒരു പ്രോജക്ട് വെച്ചത്. അപ്പോൾ ഞാൻ തന്നെ ഈ നിയമസഭയിൽ വന്ന് വലിയ തുറയിൽ സിമന്റ് ഗോഡൌണിൽ കടന്നിരുന്ന കുടുംബങ്ങളെ കുറിച്ച് ഈ നിയമസഭയിൽ വന്ന് കൈകൂപ്പി സംസാരിച്ചിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. 140 ദിവസമായി കരയുകയാണെന്ന് ചോദിച്ചു. അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു. ഞാൻ ആ സിമന്റ് ഗോഡൌണിനകത്ത് പോയി സാർ കണ്ട കാഴ്ചകൾ ഞാൻ ഈ നിയമസഭയിൽ പറഞ്ഞല്ലോ. സാർ 2 ആഴ്ച കാലം മുമ്പ് പ്രസവിച്ച ഒരു കുഞ്ഞിനെ കാട്ടിത്തന്നു. കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, കാരണം ആ കുഞ്ഞിനെ ഈച്ച പൊതിഞ്ഞിരിക്കുക, കറുത്ത രൂപമായി കിടക്കുക. ഒരുമാതിരി മനസാക്ഷിയുള്ള ആളുകൾ കണ്ണ് നിറഞ്ഞിട്ട് പോലും. അതുകൊണ്ടാണ് ഞാൻ കൈകൾ കൂപ്പി അവരെ എവിടെയെങ്കിലും, കാരണം ചൂടുകാലത്താണ് പോയത്, കാറ്റും വെളിച്ചവും കിടക്കാത്ത സിമന്റ് ഗോഡൌണിൽ ഈ പാവങ്ങൾ ജീവിക്കുക. അതാണ് സാർ പ്രധാനപ്പെട്ട പ്രശ്നം, പുനരധിവാസത്തിന്റെ പ്രശ്നം. ഈ ഗവൺമെന്റിന്റെ പോളിസി ഏത് ഡെവലപ്മെന്റ് ഉണ്ടായാലും അതിനോടനുബന്ധിച്ച് ഡെവലപ്മെന്റ് വിക്ടിംസ് ഉണ്ടായാൽ അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം തന്നെയായിരിക്കും.